ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. കോഴിക്കോട് നഗരത്തിൽ അന്തിയുറങ്ങാൻ സ്വന്തമായി കൂരയില്ലാത്തവർക്ക് ഇനി ആശ്വസിക്കാം. പ്രധാനമന്ത്രിയുടെ ആവാസ് യോജനയിൽ ഉൾപ്പെടുത്തിയ എല്ലാവർക്കും ഭവനം പദ്ധതിക്ക് കോഴിക്കോട്ട് തുടക്കമായി. ഇനി പ്രധാന വാർത്തകളിലേക്ക്. കാലാനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊള്ളാത്തത് ചെറുപ്പക്കാരുടെ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നുവെന്ന് പിണറായി വിജയൻ. നവകേരള യാത്രയ്ക്ക് ഉജ്ജ്വല സ്വീകരണം. വിശ്വസാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന് കോഴിക്കോട്ട് സ്മാരകമായില്ല. ജന്മദിനത്തിൽ പ്രിയ കഥാകാരനോട് അനാദരവ്. കത്തുന്ന വെയിലിനെ നേരിടാൻ തൊഴിലാളികൾ രംഗത്ത്. അട്ടിമറി സെക്ഷൻ വലിയങ്ങാടിയിൽ ഗ്രീൻ ഷീറ്റ് പന്തലിട്ടു. വാർത്തകൾ വിശദമായി. വിദ്യ അഭ്യസിച്ച ചെറുപ്പക്കാർക്ക് ഇവിടെ തൊഴിലവസരങ്ങളില്ല എന്നും കാലാനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊള്ളാത്തത് നാടിന് വലിയ തോതിൽ അസംതൃപ്തരാക്കുകയാണ് എന്നും പിണറായി വിജയൻ. നവകേരള മാർച്ചിന് കോഴിക്കോട് മുക്കത്ത് നൽകിയ സ്വീകരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നവകേരള മാർച്ചിന് ജില്ലയിലെ മലയോര മേഖലയിൽ ഉജ്ജ്വല വരവേൽപ്പ്. CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ചിന് കോഴിക്കോട് മുക്കത്ത് വൻ സ്വീകരണം നൽകി. ജില്ലയിലെത്തിയ മാർച്ചിനെ വരവേൽക്കാൻ നാടും നഗരവും ചെങ്കൊടിക്ക് കീഴിൽ അണിനിരന്നു. ചുവപ്പ് സേനയും ഇരുചക്ര വാഹനങ്ങളും വാദ്യമേളങ്ങളുമായാണ് സ്വീകരണം നൽകിയത്. മതനിരപേക്ഷ അഴിമതിമുക്ത വികസിത കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തി ആരംഭിച്ച മാർച്ച് ജില്ലയിൽ ഒരിക്കൽ കൂടി രാഷ്ട്രീയ ശക്തി അടയാളപ്പെടുത്തി കഴിഞ്ഞു. ജാഥ അംഗങ്ങളായ MV ഗോവിന്ദൻ, KJ തോമസ്, PK സൈനബ, MP മാരായ MP രാജേഷ്, PK ബിജു, A സമ്പത്ത്, ഡോക്ടർ KT ജലീൽ MLA എന്നിവരെ ജില്ലാ നേതാക്കൾ ഹാരമണിയിച്ചു സ്വീകരിച്ചു. വിദ്യ അഭ്യസിച്ച ചെറുപ്പക്കാർക്ക് ഇവിടെ തൊഴിലവസരങ്ങളില്ല എന്നും കാലാനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊള്ളാത്തത് നാടിനെ വലിയ തോതിൽ അസംതൃപ്തരാക്കുകയാണെന്നും മുക്കത്തെ സ്വീകരണ ചടങ്ങിൽ ജാഥാ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ യുവജനങ്ങൾ നല്ല തോതിൽ വിദ്യ നേടുന്നവരാണ്. പക്ഷെ വിദ്യ അഭ്യസിച്ച ചെറുപ്പക്കാർക്ക് ഇവിടെ തൊഴിലവസരമില്ല. തുടർന്ന് തിരുവമ്പാടി, കൊടുവള്ളി, പേരാമ്പ്ര മണ്ഡലങ്ങളിലാണ് പര്യടനം നടക്കുക. വ്യാഴാഴ്ച നാദാപുരത്തു നിന്ന് പര്യടനം ആരംഭിച്ച് കൊയിലാണ്ടിയിൽ സമാപിക്കും. വെള്ളിയാഴ്ച കക്കോടിയിൽ നിന്നും ആരംഭിച്ച് കോഴിക്കോട് കടപ്പുറത്താണ് ജില്ലയിലെ നവകേരള മാർച്ചിന് സമാപനമുണ്ടാവുക. കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞ് 22 ആണ്ട് പിന്നിട്ടിട്ടും മലയാളത്തിന്റെ പ്രിയ കഥാകാരന് കോഴിക്കോട്ട് സ്മാരകമായില്ല. കഥയുടെ സുൽത്താന്റെ ഓർമ്മകൾ കൂട്ടിവെക്കാൻ അദ്ദേഹത്തിന്റെ സ്വന്തം നഗരത്തിൽ സ്മാരകമെന്നത് ആരാധകരുടെ ചിരകാല അഭിലാഷമാണ്. നിരന്തരമായ സമ്മർദ്ദങ്ങൾക്കൊടുവിൽ 2006 ബേപ്പൂർ സുൽത്താൻ എന്ന് വിഖ്യാതനായ വൈക്കം മുഹമ്മദ് ബഷീറിന് കോഴിക്കോട്ട് സ്മാരകം പണിയണമെന്ന് തീരുമാനമെടുത്തത്. ഇതിനായി 50 ലക്ഷം രൂപ വകയിരുത്തിയെങ്കിലും സ്ഥലം ലഭ്യമല്ലാത്തത് കാരണം പദ്ധതി മുടങ്ങി. സ്മാരക നിർമ്മാണത്തിന് സർക്കാർ നിയോഗിച്ച സമിതിയുടെ ആദ്യ സെക്രട്ടറി കൂടിയായ KJ തോമസ് ബഷീർ സ്മാരകം യാഥാർത്ഥ്യമാക്കാത്തതിലുള്ള ഉത്കണ്ഠ പങ്കുവച്ചു. മറ്റൊരു സ്ഥലം കോഴിക്കോട് ഇതുവരെ നമുക്ക് ലഭ്യമായിട്ട് കിട്ടിയില്ല. അപ്പൊ ഞാനിത് പറയുന്നത് എന്തെങ്കിലും തരത്തിൽ നമ്മുടെ പത്രങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയും ഒക്കെ അത് ഒരു വലിയ വിഷയമായി വന്നാൽ മാത്രമേ ബഷീർ സ്മാരകം കോഴിക്കോട്ട് യാഥാർത്ഥ്യമാകുകയുള്ളൂ. ഇല്ലെങ്കിൽ പക്ഷെ കുറച്ചു കാലം കഴിയുമ്പോൾ ബഷീറിനെ ആരും ഓർക്കാതെ, സ്മാരകം ഓർക്കാതെ ബഷീർ വിസ്മൃതിയിലേക്ക് മറന്നു പോകാനുള്ള സാധ്യതയാണുള്ളത്. ബഷീറിന്റെ സാഹിത്യകൃതികൾക്കും കഥാപാത്രങ്ങൾക്കും കോഴിക്കോടുമായുള്ള അഭേദ്യ ബന്ധം കണക്കിലെടുത്തും മനുഷ്യനെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സമീപനങ്ങളാലും അദ്ദേഹത്തിനുള്ള സ്മാരകം കോഴിക്കോട്ട് ഉണ്ടാവേണ്ടത് അനിവാര്യതയാണ്. ബഷീറിന്റെ സ്മരണ നിലനിർത്താൻ കോളേജ് മാഗസിനുകൾക്കുള്ള ബഷീർ അവാർഡുകളും ടൗൺഹാളിലെ ഛായാചിത്രവും ഒഴിച്ചാൽ കോഴിക്കോട് നഗരത്തിൽ മറ്റൊന്നുമില്ല എന്നത് അത്യന്തം ഖേദകരമാണ്.
സ്മാരകത്തിനായി കോർപ്പറേഷൻ പരിധിയിൽ നഗരത്തിലുള്ളതും നഗരത്തിന് പുറത്തുള്ളതുമായ സ്ഥലങ്ങൾ പരിഗണനയ്ക്ക് വന്നെങ്കിലും സർക്കാരിൽ നിന്നുള്ള അനുമതി പത്രം ലഭിക്കാത്തതാണ് സ്മാരകം യാഥാർത്ഥ്യമാകുന്നതിനുള്ള പ്രധാന തടസ്സം. ഇക്കാര്യത്തിൽ സാങ്കേതിക പ്രശ്നങ്ങൾ മാറ്റിവെച്ച് കോഴിക്കോട് കോർപ്പറേഷൻ 2008 അശോകപുരത്ത് സ്ഥലം അനുവദിച്ചെങ്കിലും ബഷീർ സ്മാരക സമിതിയുടെ പേരിൽ രേഖ ലഭ്യമല്ലാത്തതും സമിതി രജിസ്റ്റർ ചെയ്യാത്തതും ഈ വഴിയും അടയാൻ പ്രധാന കാരണമായി. ജീവിതത്തിന്റെ ഭൂരിഭാഗവും കോഴിക്കോട്ട് ചെലവഴിച്ച വിശ്വവിഖ്യാതനായ കഥാകാരന് കോഴിക്കോട്ട് സ്മാരകമില്ല എന്നത് ലജ്ജയോടെ മാത്രമേ ആരാധകർക്ക് കാണാനാകൂ. കോഴിക്കോട്ടുകാരുടെ ആവശ്യമായി ഈ വിഷയം മാറാത്ത കാലത്തോളം ബേപ്പൂർ സുൽത്താന്റെ ഓർമ്മകൾ ഇവിടെ ബാക്കിയാകുമോ എന്ന ആശങ്കയിലാണ് കോഴിക്കോടൻ സാഹിത്യലോകവും ആരാധകരും. ഹയർ സെക്കൻഡറി അധ്യാപകരുടെ ട്രാൻസ്ഫർ ലിസ്റ്റിൽ സീനിയോറിറ്റി മറികടന്ന് മുൻഗണനാവകാശം നൽകിയതിൽ പ്രതിഷേധിച്ച് HSSTA കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിലേക്ക് ധർണ നടത്തി. സംസ്ഥാന പ്രസിഡന്റ് രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഹയർ സെക്കൻഡറി അധ്യാപകരുടെ ട്രാൻസ്ഫർ ലിസ്റ്റിൽ സീനിയോറിറ്റി മറികടന്ന് മുൻഗണനാവകാശം നൽകിയതിൽ പ്രതിഷേധിച്ചാണ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ധർണ സംഘടിപ്പിച്ചത്. ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിലേക്ക് നടന്ന മാർച്ചും ധർണയും HSSTA സംസ്ഥാന പ്രസിഡന്റ് രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സീനിയോറിറ്റി അനുസരിച്ചുള്ള ട്രാൻസ്ഫർ സംവിധാനം പുനഃസ്ഥാപിക്കണമെന്നും ബന്ധപ്പെട്ട അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ കൂടുതൽ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും സമയബന്ധിതമായിട്ട് നടക്കുന്ന ട്രാൻസ്ഫർ ഹയർ സെക്കൻഡറി നടക്കാതിരിക്കുമ്പോൾ ആ ഒരു മേഖലയ്ക്ക് ആ അവകാശം നിഷേധിക്കുകയും അതൊരു തരത്തിൽ മനുഷ്യാവകാശ ലംഘനമായിട്ട് കണക്കാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ഞങ്ങൾ എന്തായാലും ഒരു നോംസ് പ്രകാരമുള്ള ട്രാൻസ്ഫർ നടത്തണമെന്ന് ആവശ്യപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഒരു നോംസ് രൂപീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ട്രാൻസ്ഫർ നടന്നത്. അപ്പോൾ പരാതി ഉയർന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് കോടതിയിലെത്തിയതും കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇപ്പം ഏറ്റവും അവസാനമായിട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. ഹയർ സെക്കൻഡറി അധ്യാപകർക്ക് സീനിയോറിറ്റി അനുസൃതമാക്കിയാണ് ട്രാൻസ്ഫർ നൽകുന്നത്. എന്നാൽ നിലവിലെ ലിസ്റ്റിൽ സീനിയോറിറ്റി മാനദണ്ഡമാക്കാതെ അർഹതപ്പെട്ട അധ്യാപകരെ ജില്ലയ്ക്ക് പുറത്തേക്ക് സ്ഥലം മാറ്റുകയാണുണ്ടായത്. ഇത്തരം നടപടികൾക്കെതിരെ ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് അധ്യാപക സംഘടന നിവേദനം നൽകി. സീനിയോറിറ്റി അനുസരിച്ചുള്ള ട്രാൻസ്ഫർ സംവിധാനം പുനഃസ്ഥാപിക്കണമെന്നും മനുഷ്യാവകാശ ലംഘനം നടത്തുന്ന അധികാരികളുടെ നടപടി പരിശോധിക്കണമെന്നും HSSTA ധർണയിൽ ആവശ്യമുയർന്നു. HSSTA സംസ്ഥാന സെക്രട്ടറി റിയാസ് M, വൈസ് പ്രസിഡന്റ് M സന്തോഷ് കുമാർ, രഞ്ജിത്ത്, സനോജ് K തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കത്തുന്ന സൂര്യനിൽ നിന്നും രക്ഷ നേടാൻ തൊഴിലാളികൾ തന്നെ സംഘടിച്ചു. സംഘടനയുടെ പേര് അട്ടിമറി സെക്ഷൻ. കൂട്ടായ്മ മുൻകൈയെടുത്ത് വലിയങ്ങാടിയിലെ 800 മീറ്ററോളം റോഡാണ് ഗ്രീൻ ഷീറ്റ് വിരിച്ചത്. ഇതോടെ പൊരി വെയിലത്ത് അധ്വാനിക്കുന്ന 500-ൽ പരം തൊഴിലാളികൾക്ക് ആശ്വാസ തണൽ ഒരുങ്ങി. പകലന്തിയോളം പൊരിവെയിലത്ത് കഠിനാധ്വാനം ചെയ്യുന്ന തൊഴിലാളികൾക്കും വേണം അല്പം വിശ്രമം. കടുത്ത ചൂടിനെ അവഗണിച്ചാണ് വലിയങ്ങാടിയിലെ നിരവധി തൊഴിലാളികൾ പണിയെടുക്കുന്നത്. ഇവർക്ക് തണലേകാൻ കനിവ് കാട്ടിയത് അട്ടിമറി സെക്ഷൻ എന്ന തൊഴിലാളി സംഘടനയാണ്. ഈ കൂട്ടായ്മ മുൻകൈയെടുത്ത് വലിയങ്ങാടിയിലെ 800 മീറ്റർ റോഡിൽ ഗ്രീൻ ഷീറ്റ് വിരിച്ചതോടെ തൊഴിലാളികൾക്ക് വെയിലിൽ നിന്ന് അല്പം ആശ്വാസം ലഭിച്ചു. 353 തൊഴിലാളികൾ അംഗമായുള്ള അട്ടിമറി സെക്ഷനും മറ്റ് തൊഴിലാളി സംഘടനകളും സംയുക്തമായാണ് തണൽ വിരിക്കാനുള്ള സംവിധാനമൊരുക്കിയത്. നിരവധി തൊഴിലാളികൾക്കാണ് ഇതിന്റെ ഫലം ലഭിക്കുന്നതെന്ന് തൊഴിലാളിയായ സുരേഷ് പറയുന്നു. വലിയങ്ങാടിയിലെ തൊഴിലാളികൾ കടുത്ത വെയിലിൽ നിന്നും ഒരു മോചനത്തിനായി തൊഴിലാളി കൂട്ടായ്മയും ഇതിന് മുൻകൈയെടുത്ത അട്ടിമറി തൊഴിലാളികളും മറ്റ് ഇതര തൊഴിലാളികളും ഇവിടെ വരുന്ന അന്യസംസ്ഥാന ലോറി ഡ്രൈവേഴ്സ് എന്നിവർക്കും ഒരു ഉപയോഗപ്രദമായ ഒരു സംവിധാനമാണ് ഞങ്ങളിവിടെ ഒരു മേൽഷീറ്റ് സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ സ്ഥിരം ഒരു സംവിധാനത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട കോർപ്പറേഷൻ മേയർക്കും മറ്റ് അധികാരികൾക്കും നമ്മൾ നിവേദനം സമർപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം സാക്ഷാത്കരിക്കുമെന്നാണ് ഈ തൊഴിലാളികളുടെ വളരെയധികമുള്ള ഒരു സ്വപ്നം. വടക്കേ മലബാറിലെ പ്രമുഖ വാണിജ്യ കേന്ദ്രമാണ് വലിയങ്ങാടി. ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കർണാടക തുടങ്ങിയ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് സാധനങ്ങൾ എത്തുന്ന ഇവിടം സദാ തിരക്കേറിയതാണ്. ഇവിടെ എത്തുന്ന തൊഴിലാളികളിൽ പലരും പൊരിവെയിലത്താണ് ജോലി ചെയ്യുന്നത്. ഇവർക്ക് വിശ്രമിക്കാനോ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനോ പോലും സൌകര്യമില്ലാത്ത അവസ്ഥയാണ്. ഈ സാഹചര്യത്തിലാണ് അട്ടിമറി സെക്ഷന്റെ നേതൃത്വത്തിൽ ജോലിഭാരം കുറയ്ക്കാനും അല്പം വിശ്രമിക്കാനും തൊഴിലാളികൾക്ക് തണലൊരുക്കി ഗ്രീൻ ഷീറ്റുകൾ സജ്ജമാക്കിയത്. നിരവധി പേർക്ക് ഇത് ആശ്വാസമാകുമെങ്കിലും അതിലേറെ പരിമിതികളും ഇതിനുണ്ട്. തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മേയർക്കും കൌൺസിലർമാർക്കും നിവേദനം നൽകി കാത്തിരിക്കുകയാണ് വലിയങ്ങാടിയിലെ ഒരു പറ്റം തൊഴിലാളികൾ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. LIC പോളിസികളിൽ സർവീസ് ചാർജ് ഈടാക്കുന്നത് ഏജന്റുമാരിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുന്നുവെന്ന് LIC ഏജന്റ്സ് ഓർഗനൈസേഷൻ. LIC ഏജന്റുമാരിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന നടപടികളുമായാണ് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും അവർ കുറ്റപ്പെടുത്തി.
LIC ഏജൻസ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യയുടെ അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റിയും ഭാരവാഹി യോഗവും ജനുവരി 20-21 തീയതികളിൽ കോഴിക്കോട്ട് നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പോളിസിന്മേൽ സർക്കാർ ചുമത്തുന്ന സർവീസ് ചാർജ്, കുറഞ്ഞ കാലാവധി അവസാനിക്കുന്ന പോളിസികൾക്ക് സർക്കാർ ചുമത്തുന്ന ഇൻകം ടാക്സ്, ECS പോളിസികളിന്മേൽ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ചുമത്തുന്ന സർവീസ് ചാർജ്, 56 ഇനം പോളിസി ഉണ്ടായിരുന്ന LICയിൽ പോളിസികളുടെ എണ്ണം കുറച്ചത്, ഏജൻസ് റെഗുലേഷനിൽ ഭേദഗതി വരുത്തി നിരവധി ഏജന്റുമാരെ ടെർമിനേറ്റ് ചെയ്തത് തുടങ്ങിയ പ്രശ്നങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്യും. പെൻഷൻ, വെൽഫെയർ ഫണ്ട്, EPF തുടങ്ങി തൊഴിലാളി വർഗത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ LIC ഏജന്റുമാർക്കും നടപ്പിലാക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. വാർത്തകളിൽ ഇടവേള. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ. മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആഘോഷിക്കുന്നു 22 സുവർണ വർഷങ്ങൾ നിങ്ങൾക്കൊപ്പം. ഓരോ 30,000 രൂപയുടെ പർച്ചേസിനുമൊപ്പം സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ നേടൂ സ്വർണ്ണ നാണയങ്ങൾ. ആഴ്ചതോറും നറുക്കെടുപ്പിലൂടെ ഗോൾഡ് ബാറുകൾ സമ്മാനം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ച് കൊയിലാണ്ടിയിൽ സ്ത്രീ സൌഹൃദ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കായി ശില്പശാല സംഘടിപ്പിച്ചു. കൊയിലാണ്ടി നഗരസഭ അധ്യക്ഷൻ K. സത്യൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ച് കൊയിലാണ്ടിയിൽ വെച്ചാണ് സ്ത്രീ സൌഹൃദ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് ശില്പശാല സംഘടിപ്പിച്ചത്. കൊയിലാണ്ടി നഗരസഭാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് K. സത്യൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP ജെയ്സൺ K. എബ്രഹാം അധ്യക്ഷം വഹിച്ചു. ജില്ലാ പോലീസ് മേധാവി പ്രതീഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. M. പ്രദീപ് കുമാർ, സോമശേഖരൻ, P. സുരേഷ് ബാബു, M. പ്രഭാകരൻ, K. റാഫി, C. ഹരിദാസ്, C. ഭാനുമതി എന്നിവർ സംസാരിച്ചു. അജിൽ കുമാർ ക്ലാസ് നയിച്ചു. രാത്രികാലങ്ങളിലായ സ്ത്രീകൾക്ക് നിർഭയം സുരക്ഷയോടുകൂടി യാത്ര ചെയ്യുന്നത്, രാത്രികാലങ്ങളിലായാലും പകലായാലും പല സമയങ്ങളിലായാലും ഏത് സമയത്തായാലും, അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡുകളിലായാലും റെയിൽവേ സ്റ്റേഷനുകളിലായാലും ഏത് സ്ഥലങ്ങളിലായാലും സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും നിർഭയം സുരക്ഷിതബോധത്തോടുകൂടി യാത്ര ചെയ്യുന്നതിന് ഉത്തരവാദപ്പെട്ട ഒരു സംരക്ഷകരാകാൻ അവർക്ക് ശുഭയാത്ര പ്രദാനം ചെയ്യുന്നതിന് കേരളത്തിന്റെ വൈചാരിക രംഗത്ത് ദേശീയ കാഴ്ചപ്പാടോടെ പ്രവർത്തിക്കുന്ന പഠന ഗവേഷണ കേന്ദ്രമായ ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ 33ാം സംസ്ഥാന സമ്മേളനം കോഴിക്കോട്ട് നടക്കും. ജനുവരി 23-24 തീയതികളിൽ തളി ഗുരുവായൂരപ്പൻ ഹാളിൽ നടക്കുന്ന സമ്മേളനം ICHR മുൻ ഡയറക്ടർ ഡോക്ടർ MGS നാരായണൻ ഉദ്ഘാടനം ചെയ്യും. കേരള നവോത്ഥാനവും ചരിത്രവും വർത്തമാനവും എന്നതാണ് സമ്മേളനത്തിന്റെ മുഖ്യ വിഷയം. മലബാർ വികസനം, സാധ്യതകൾ, വെല്ലുവിളികൾ, സാമൂഹ്യനീതിയും ദേശീയതയും, അംബേദ്കറുടെ കാഴ്ചപ്പാടിൽ എന്നീ വിഷയങ്ങളും സമ്മേളനത്തിൽ ചർച്ച ചെയ്യുമെന്നും സാരഥികൾ പറഞ്ഞു. ICHR മുൻ ഡയറക്ടർ ഡോക്ടർ MGS നാരായണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 33ാം സംസ്ഥാന സമ്മേളനം ജനുവരി 23-24 തീയതികളിൽ കോഴിക്കോട് തളി ഗുരുവായൂരപ്പൻ ഹാളിലും ഇതിന്റെ ഭാഗമായി നടക്കുന്ന സംസ്ഥാന പ്രതിനിധി സഭ ശിക്ഷക് സദനിലും നടക്കുമെന്നും ഭാരതീയ വിചാര കേന്ദ്രം സാരഥികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കൊയിലാണ്ടിയിലെ 100 ഏക്കറോളം വരുന്ന കക്കുളം പാടത്ത് നെൽകൃഷിയിലേർപ്പെട്ട പെണ്ണുങ്ങൾ കൊയ്ത്തുപാട്ടിനൊപ്പം പാടുന്നതേറെയും കണ്ണീരിന്റെ കഥകളാണ്. പ്രായം അവശതകൾ കാട്ടിത്തുടങ്ങിയെങ്കിലും തീയിൽ കുരുത്ത ഇവർ കൃഷിയെന്ന ഒരൊറ്റ വികാരവുമായി ജീവിക്കുന്നവരാണ്. ജാനുവിന് പ്രായം 68ആയി. പ്രായത്തിന്റെ അവശതകൾ ഏറെയുണ്ടെങ്കിലും കൃഷിയെന്ന ലഹരി ഏതിനെയും മറികടക്കും. കളപറിക്കാനും നിലമൊരുക്കാനും ഞാറുപറിക്കാനും നടാനും കൊയ്യാനും മെതിക്കാനും എന്നുവേണ്ട ഏതു പണിയും ജാനുവിൽ ഭദ്രം. ജാനു മാത്രമല്ല, ശാരദയും ദേവിയും ലീലയും ചിത്രയും സുജാതയുമെല്ലാം തന്നെ മനസ്സുകൊണ്ട് കൃഷിയെ ഏറെ സ്നേഹിക്കുന്നവരാണ്. അച്ഛന്റെയും അമ്മയുടെയും അരികിൽ നിന്നാണ് നോക്കിയും കണ്ടും കേട്ടും കൃഷിയുടെ ബാലപാഠങ്ങൾ ഇവർ പഠിച്ചെടുത്തത്. അന്നൊക്കെ അന്നന്നത്തെ ആഹാരത്തിനുള്ള വക ഉണ്ടാക്കണമെങ്കിൽ കുലത്തൊഴിലായ കൃഷി കനിയണം. ഇന്ന് കാലം ഒരുപാട് മാറിയെങ്കിലും തങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാക്കിയിട്ടില്ലെന്ന് ജാനു പറയുന്നു. അച്ഛനമ്മമാറും ഞായറാഴ്ചക്കാരൊക്കെ വയലിൽ പണിക്ക് വരും. ഇതേപോലത്തെ പണി എടുക്കാൻ വരും. ആരെ ഞാൾ വീട്ടിൽ നോക്കി ഞാൾ ഇറങ്ങും. ഞായറാഴ്ചകളെ കൂട്ടിയിട്ട് ഞാൾ ഇറങ്ങും വയലിലേക്ക്. ഓരോ വരമ്പത്ത് അവിടെ നിർത്തും. എന്നിട്ട് ഞാൾ ഓരോപ്പുറം എടുക്കും. അങ്ങനെ എടുത്ത് പഠിച്ചു. അച്ഛനമ്മയൊന്നും പഠിപ്പിച്ചല്ല.
ഈരൊരാളില്ല നാലോല വകേ ഈരൊരാളില്ല നാലോല വകേ ഈരൊരാളില്ല നാളത്തോളിക്കോ ഞാനോദേനെ നാളത്തോളിക്കോ. കാര്യമായ കൂലിയൊന്നും കിട്ടിയില്ലെങ്കിലും കൃഷി തരുന്ന സന്തോഷവും തൃപ്തിയും മാത്രമാണ് ജീവിതം മുന്നോട്ട് നയിക്കുന്നത്. 60 വയസ്സിലേറെയുണ്ട് ഏവർക്കും. പ്രായത്തിന്റെ വല്ലായ്മകളുണ്ട്, ജീവിതത്തിന്റെ കൈപ്പേറിയ അനുഭവങ്ങളുണ്ട്. എങ്കിലും കൊടും വെയിലത്ത് ഇവർ കഠിനമായി അധ്വാനിക്കുന്നു, തളർച്ചയില്ലാതെ. പണ്ട് കൂടെ ഉണ്ടായിരുന്ന ഒത്തിരി പേർ പുതിയ തൊഴിൽ തേടി പോയെങ്കിലും ഇവർ മാത്രം പരാതിയും പരിഭവവുമില്ലാതെ പിടിച്ചുനിന്നു. ആഴ്ത്തി പാടത്ത് കാലുറപ്പിച്ച് ഒരു നല്ല കാലം വരുമെന്ന പ്രതീക്ഷയോടെ പടപ്പാട്ടിന്റെ ഈണത്തിൽ മുഴുകി ജാനുവും കൂട്ടരും വീണ്ടും കൊയ്ത്തരിവാളുമായി പാടത്തേക്കിറങ്ങി. ന്യൂസ് ബ്യൂറോ, കൊയിലാണ്ടി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സിന്റെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. LIC എംപ്ലോയീസ് യൂണിയൻ ഡിവിഷൻ പ്രസിഡന്റ് PP കൃഷ്ണൻ ധർണ സമരം ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സിന്റെ നേതൃത്വത്തിൽ ധർണ നടന്നു. ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ LIC എംപ്ലോയീസ് യൂണിയൻ ഡിവിഷൻ പ്രസിഡന്റ് PP കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. 7ാം ശമ്പള കമ്മീഷന്റെ പ്രതിലോമ ശുപാർശകൾ തള്ളിക്കളയുക, GDS ജീവനക്കാരെ സിവിൽ സർവന്റായി അംഗീകരിക്കുക, 2014 ജനുവരി 1 മുതലുള്ള ശമ്പള പരിഷ്കരണം നടപ്പാക്കുക, അടിസ്ഥാന ശമ്പളം 26,000 രൂപയായി നിജപ്പെടുത്തുക, ജീവനക്കാർക്ക് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ബാധകമാക്കുക തുടങ്ങി 28ഓളം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ധർണ നടന്നത്. കൂടാതെ JCM സംഘടനകളുടെ സംയുക്ത സമരസമിതി മുന്നോട്ട് വച്ചിട്ടുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതിനായി 2016 മാർച്ചിൽ അനിശ്ചിതകാല പണിമുടക്കിന് കേന്ദ്ര ജീവനക്കാർ തയ്യാറെടുക്കുകയാണ്. കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സ് ജില്ലാ പ്രസിഡന്റ് P. അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ NGO യൂണിയൻ ജില്ലാ സെക്രട്ടറി P. അജയകുമാർ, പെൻഷനേഴ്സ് അസോസിയേഷൻ നേതാവ് KV വിശ്വനാഥൻ, NFPE അഖിലേന്ത്യാ മഹിളാ വിഭാഗം സെക്രട്ടറി P. രമ, ശിവദാസൻ തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ദക്ഷിണേന്ത്യയിലെ പ്രശസ്ത പിയാനോ വാദകൻ പ്രൊഫസർ ലാൻസ്ലറ്റ് തോമസിനെ കോഴിക്കോട് അനുസ്മരിക്കുന്നു. അനുസ്മരണ ചടങ്ങ് ജനുവരി 24 കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ നടക്കും. ശാസ്ത്രജ്ഞൻ, ജന്തുശാസ്ത്ര വിഭാഗം പ്രൊഫസർ, പാശ്ചാത്യ സംഗീതജ്ഞൻ, ചെസ് താരം എന്നീ നിലകളിലെല്ലാം പ്രശസ്തനായിരുന്നു നിര്യാതനായ പ്രൊഫസർ ലാൻസ്ലറ്റ് തോമസ്. തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ ജനിച്ച പ്രൊഫസർ ലാൻസ്ലറ്റ് ദക്ഷിണേന്ത്യയിലെ ഒരു മികച്ച പിയാനോ വാദകനായി വളർന്നതിന്റെ ചരിത്രം കോഴിക്കോടിന്റെ സാംസ്കാരിക ചരിത്രം കൂടിയാണ്. കോഴിക്കോട് കേന്ദ്ര ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ശാസ്ത്രജ്ഞനായി ജോലിയിൽ പ്രവേശിച്ച അദ്ദേഹം പിന്നീട് മലബാർ ക്രിസ്ത്യൻ കോളേജിലെ ജന്തുശാസ്ത്ര വിഭാഗത്തിൽ അധ്യാപകനായി ദീർഘകാലം പ്രവർത്തിച്ചു. പ്രതിഭാശാലിയായ അനേകം പിയാനോ വാദകരെ പരിശീലിപ്പിച്ച് വളർത്തിയെടുത്ത ലാൻസ്ലറ്റ് തോമസിനെ കോഴിക്കോട് നഗരം അനുസ്മരിക്കുകയാണ്. ജനുവരി 24 വൈകുന്നേരം മലബാർ ക്രിസ്ത്യൻ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന അനുസ്മരണ ചടങ്ങിൽ പ്രൊഫസർ ലാൻസ്ലറ്റ് തോമസിന്റെ സഹപ്രവർത്തകരും ശിഷ്യരും സുഹൃത്തുക്കളുമെല്ലാം പങ്കെടുക്കുമെന്ന് PE ഗ്ലാഡിസ് ഐസക്, പ്രൊഫസർ ലാംബർട്ട് കിഷോർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സ്വതന്ത്ര കർഷക സംഘത്തിന്റെ സംസ്ഥാന സമ്മേളനം ജനുവരി 22, 23 തീയതികളിൽ കോഴിക്കോട് നളന്തയിൽ നടക്കും. IUML പ്രസിഡന്റ് E. അഹമ്മദ് ഉദ്ഘാടനം ചെയ്യും. കാർഷിക സമൃദ്ധി ഭക്ഷ്യസുരക്ഷയ്ക്കും ജീവനത്തിനുമെന്ന സന്ദേശമുയർത്തിയാണ് സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. 2 ദിവസങ്ങളിലായി നളന്ത ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന വിവിധ പരിപാടികളിൽ അവാർഡ് ദാനം, പ്രതിനിധി സമ്മേളനം, പഴയകാല നേതാക്കളെ ആദരിക്കൽ ചടങ്ങ്, കാർഷിക സെമിനാർ, കാർഷിക പ്രദർശനം എന്നിവ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സമ്മേളനം E. അഹമ്മദും സമാപന സമ്മേളനം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KP മജീദും ഉദ്ഘാടനം ചെയ്യും. 9 സെഷനുകളിലായി നടക്കുന്ന സമ്മേളനത്തിൽ മന്ത്രിമാരായ KP മോഹനൻ, അബ്ദുറബ്ബ്, PK കുഞ്ഞാലിക്കുട്ടി, മഞ്ഞളാംകുഴി അലി എന്നിവരും ലീഗ് പ്രസിഡന്റ് ഹൈദരലി ശിഹാബ് തങ്ങളും മറ്റ് പ്രമുഖ ലീഗ് നേതാക്കളും പങ്കെടുക്കുമെന്നും സംഘാടകർ പറഞ്ഞു. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ. മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആഘോഷിക്കുന്നു 22 സുവർണ വർഷങ്ങൾ നിങ്ങൾക്കൊപ്പം. ഓരോ 30,000 രൂപയുടെ പർച്ചേസിനുമൊപ്പം സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ നേടൂ സ്വർണ്ണ നാണയങ്ങൾ. ആഴ്ചതോറും നറുക്കെടുപ്പിലൂടെ ഗോൾഡ് ബാറുകൾ സമ്മാനം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. ഭവനരഹിതരല്ലാത്ത കോഴിക്കോട് എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാവർക്കും ഭവനം എന്ന പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് മേയർ VKC മുഹമ്മദ് കോയ. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയുടെ കോർപ്പറേഷൻ തല ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മേയർ.
പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോഴിക്കോട് കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന എല്ലാവർക്കും ഭവനം പദ്ധതിക്ക് തുടക്കമായി. അർബൻ ഹൌസിംഗ് മിഷനാണ് പദ്ധതിയുടെ നോഡൽ ഏജൻസി. കുടുംബശ്രീ പ്രവർത്തകർ സർവേ നടത്തി ഭവനരഹിതരെ കണ്ടെത്തുക. ഇവർ ശേഖരിക്കുന്ന വിവരങ്ങൾ കോർപ്പറേഷൻ തലത്തിൽ ക്രോഡീകരിച്ച് കൌൺസിൽ അംഗീകാരത്തോടെയാണ് അർബൻ ഹൌസിംഗ് മിഷന് കൈമാറുക. ചേരി വികസനം, ക്രെഡിറ്റ് ലിങ്ക് സബ്സിഡി, അഫോർഡബിൾ ഹൌസിംഗ് സ്കീം, വ്യക്തിഗത ഭവന നിർമ്മാണത്തിനുള്ള ധനസഹായം എന്നിങ്ങനെ പദ്ധതിക്ക് 4 ഘടകങ്ങളുണ്ട്. പദ്ധതിയുടെ കോർപ്പറേഷൻ തല ഉദ്ഘാടനം മേയർ VKC മുഹമ്മദ് കോയ നിർവഹിച്ചു. ഭവനരഹിതരില്ലാത്ത കോഴിക്കോട് എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ നിയമം അനുസരിച്ച് ഈ പദ്ധതി വഴി 300 ചതുരശ്ര അടി മാത്രമുള്ള വീടാണ് നിർമ്മിക്കാൻ കഴിയുക. ഇത് 600 ചതുരശ്ര അടിയെങ്കിലും ആക്കി ഉയർത്താൻ ആവശ്യപ്പെടുമെന്നും മേയർ പറഞ്ഞു. നമുക്കതിനെ സംബന്ധിച്ച് ഇനിയും കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി അതിൽ മാറ്റം വരുത്താൻ കഴിയും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമുക്കതിന്റെ മാറ്റം വരുത്തേണ്ടതുണ്ട്. കാരണം ഇവിടെ ഈ 300 അടി സ്ക്വയർ അടി എന്ന് പറയുമ്പോൾ 2 റൂമിന് കട്ടിയുണ്ടാവുള്ളൂ. പദ്ധതിയുടെ സർവേ സമാരംഭിക്കലിന്റെ ഉദ്ഘാടനം മുൻ മേയർ AK പ്രേമജം നിർവഹിച്ചു. ടാഗോർ ഹാളിൽ നടന്ന ചടങ്ങിൽ ഡെപ്യൂട്ടി മേയർ മീര ദർശക് അധ്യക്ഷയായി. അർബൻ ഹൌസിംഗ് മിഷൻ ഡെപ്യൂട്ടി മാനേജർ P. ബിജു റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KV ബാബുരാജ്, TV ലളിത പ്രഭ, MC അനിൽകുമാർ, ആശാ ശശാങ്കൻ, കൌൺസിലർമാരായ അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, C. അബ്ദുറഹിമാൻ, നമ്പിടി നാരായണൻ, P. കിഷൻചന്ദ്, NP പത്മനാഭൻ, അഡീഷണൽ സെക്രട്ടറി K. അബ്ദുൾ ജബ്ബാർ, TK ജാനകി, TP മുഹമ്മദ് ബഷീർ, R. ബാലൻ എന്നിവർ സംസാരിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M. രാധാകൃഷ്ണൻ സ്വാഗതവും S. രമ്യ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 2 ദിവസങ്ങളിലായി കോഴിക്കോട്ട് നടന്നുവരുന്ന ഓൾ കേരള ഇന്റർ സ്കൂൾ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റിന് സമാപനമായി. വിജയികൾക്കുള്ള സമ്മാനങ്ങൾ A. പ്രദീപ് കുമാർ MLA വിതരണം ചെയ്തു. 2 ദിവസമായി കോഴിക്കോട് നടന്നുവന്ന ഓൾ കേരള ഇന്റർ സ്കൂൾ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റിന് സമാപനമായി. ബാസ്കറ്റ്ബോൾ ലവേഴ്സ് അസോസിയേഷൻ കോഴിക്കോടും ബാസ്കറ്റ്ബോൾ നെറ്റ്വർക്ക് ക്ലബ്ബും ചേർന്നാണ് ഓൾ കേരള ഇന്റർ സ്കൂൾ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കോഴിക്കോട് സെന്റ് മൈക്കിൾസ് GHSSും ആൺകുട്ടികളുടെ വിഭാഗത്തിൽ മഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളും ജേതാക്കളായി. സെന്റ് മൈക്കിൾസ് ലിറ്റിൽ ഫ്ലവർ കൊരട്ടിയെയാണ് തോൽപ്പിച്ചത്. സ്കോർ 65-34. മഞ്ചേരി GBHSS സിൽവർ ഹിൽസ് ഹയർ സെക്കൻഡറിയെയാണ് തോൽപ്പിച്ചത്. സ്കോർ 63-41. A. പ്രദീപ് കുമാർ MLA സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ജോർസൺ ജോസഫ്, K. ബാബു എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. വർത്തമാന സമൂഹത്തിലെ പ്രശ്നങ്ങളും പീഡനങ്ങളിൽ നിന്നും സ്ത്രീകളെ രക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയും പ്രമേയമാക്കിയാണ് യാമിനിയുടെ ചിത്രപ്രദർശനം. ഇമേജസ് ആൻഡ് റെസിസ്റ്റൻസ് ചിത്രപ്രദർശനത്തിന് ആർട്ട് ഗാലറിയിൽ തുടക്കമായി. യാമിനിയുടെ ചിത്രപ്രദർശനം കണ്ടാൽ സന്ദർശകരിൽ ആദ്യം ഒരു അമ്പരപ്പുണ്ടാകും. കാണുന്ന ചിത്രങ്ങളിലെല്ലാം നിറഞ്ഞിരിക്കുന്നത് നമ്മൾ അധികം ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ അല്പം മുഖം ചുളിച്ചു നോക്കുന്ന കാക്കയെയാണ്. കണ്ണൂർ ചാലാട് സ്വദേശിയായ യാമിനിയുടെ ചിത്രങ്ങളിലാണ് പ്രധാന പ്രമേയമായി കാക്ക പ്രത്യക്ഷപ്പെടുന്നത്. ആർട്ട് ഗാലറിയിലെ ചുവരുകളെ ഇന്ന് അലങ്കരിക്കുന്നത് യാമിനിയുടെ 21 ചിത്രങ്ങളാണ്. ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീ പീഡനങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധം കൂടിയാണ് ചിത്രങ്ങൾ. സ്ത്രീയെ ഉപഭോഗ വസ്തുവായി മാത്രം കാണുന്ന സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. കാക്ക എത്ര വൃത്തിയോടെയും കരുതലോടെയുമാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. അതുപോലെ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടഞ്ഞ് അവരെ സംരക്ഷിക്കണമെന്നാണ് ചിത്രകാരി പറയുന്നത്. ഇത്തരം ചിത്രങ്ങൾ സമൂഹത്തിന് പാഠമാകുമെന്നും യാമിനി പറയുന്നു. ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന പീഡനങ്ങൾക്കും വയലൻസുകൾക്കും ഒക്കെ ഒരു ശുചീകരണം വേണം എന്നുള്ള രീതിക്കാണ് കാക്കകളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഈ റയോട്ട് പ്രൊഫൈൽ പിക്ചർ എന്നുള്ള സീരീസിൽ വർക്കുകൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കാക്കകൾ ഒരു ശുചീകരണം നടത്തുന്ന പക്ഷിയാണ്. അപ്പോൾ ആ രീതിക്ക് നമ്മുടെ സോഷ്യലിലുള്ള വയലൻസുകളും ഒക്കെ മാറിക്കിട്ടണം, അത് ശുചിയാക്കപ്പെടണം. അതുപോലെ കുറ്റവാളികൾക്കെതിരെയുള്ള ശിക്ഷയാണെങ്കിൽ അതുപോലെ നടപ്പാക്കപ്പെടണം എന്നുള്ള രീതിയിൽ കണ്ടുകൊണ്ടാണ് ഈ രീതിയിൽ ചിത്രീകരിച്ചത്. പുതുതലമുറ അനുഭവിക്കാനിരിക്കുന്ന പ്രശ്നങ്ങളും ആശങ്കയുളവാക്കുന്ന ഭാവിയും ചിത്രങ്ങളിൽ നിറയുന്നുണ്ട്. സ്ത്രീകൾക്ക് നേരെ അതിക്രമങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്നു. കുറ്റവാളികളെ പിടികൂടുന്നുണ്ടെങ്കിലും അർഹിക്കുന്ന ശിക്ഷ അനുഭവിക്കുന്നില്ല. തന്റെ ചിത്രങ്ങളിലൂടെ ക്രൂരകൃത്യം ചെയ്യുന്ന കുറ്റവാളികളെ ശിക്ഷിക്കുകയാണ് ചിത്രകാരി. കാക്കകൾ തന്നെയാണ് ഇത്തരം ശിക്ഷകൾ നടപ്പാക്കുന്നതും. മറ്റൊരു ചിത്രം പറയുന്നത് സമൂഹമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന സെൽഫികളെക്കുറിച്ചാണ്. സ്വകാര്യ നിമിഷങ്ങൾ പോലും ഇപ്പോൾ സെൽഫിയായി രൂപാന്തരപ്പെടുന്നു. ദുഃഖവും സന്തോഷവും എല്ലാം സെൽഫിമയമാണ്. സ്വത്തമില്ലാത്തവരായി നാം മാറുകയാണെന്ന് ചിത്രങ്ങൾ കാണാനെത്തുന്ന സന്ദർശകർക്ക് തിരിച്ചറിവ് നൽകുകയാണ് യാമിനി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ശ്രീ വളയനാട് ദേവി ക്ഷേത്രോത്സവത്തിന് കൊടിയേറി. കൊടിയേറ്റത്തോടനുബന്ധിച്ച് കത്തിച്ച ഭീമൻ ചന്ദനത്തിരി ക്ഷേത്രാന്തരീക്ഷത്തെ കൂടുതൽ ഭക്തിസാന്ദ്രമാക്കി.
ശ്രീ വളയനാട് ദേവി ക്ഷേത്ര മഹോത്സവത്തിന് കൊടിയേറി. തന്ത്രി ചേന്നാസ് ശങ്കരനാരായണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് 8 ദിവസം നീളുന്ന ഉത്സവാഘോഷ പരിപാടികൾ നടക്കുന്നത്. ക്ഷേത്രോത്സവത്തിന്റെ കൊടിയേറ്റത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ഭീമൻ ചന്ദനത്തിരി കത്തിച്ചത് ഉത്സവാന്തരീക്ഷത്തെ കൂടുതൽ ഭക്തിസാന്ദ്രമാക്കി. സൈക്കിൾ അഗർബത്തി കമ്പനിയുടെ 6 അടി പൊക്കമുള്ള ചന്ദനത്തിരി സാമൂതിരി രാജ KCU രാജ ക്ഷേത്രത്തിന് സമർപ്പിച്ചു. ചലച്ചിത്ര താരം ജഗന്നാഥ വർമ്മ, കമ്പനി ജീവനക്കാരായ രാകേഷ്, നിതീഷ്, ശരത് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. 24 മണിക്കൂറിലധികം സുഗന്ധം പരത്താൻ കഴിയുന്നതാണ് ഭീമൻ ചന്ദനത്തിരിയെന്ന് കമ്പനി സെയിൽസ് എക്സിക്യൂട്ടീവ് N. വിജയകുമാർ പറഞ്ഞു. ഭക്തജനങ്ങൾക്കായി സാമ്പിൾ ചന്ദനത്തിരികളും വിതരണം ചെയ്തു. മഹോത്സവത്തിന്റെ 2ാം ദിവസമായ ബുധനാഴ്ച ഗോവിന്ദപുരം പാർത്ഥസാരഥി ക്ഷേത്രം മാതൃസമിതിയുടെ നാരായണീയ പാരായണവും ചാലപ്പുറം പത്മിനി മേനോൻ അവതരിപ്പിച്ച ദേവി മഹാത്മ്യ പ്രഭാഷണവും നടന്നു. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ 145ാമത്തെ ഷോറൂം ദമാമിൽ പ്രവർത്തനം ആരംഭിച്ചു. ദമാമിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ പ്രവർത്തനം ആരംഭിച്ച ഷോറൂം സൌദി രാജകുമാരൻ സൌദ് ബിൻ അബ്ദുള്ള അസീസും ലുലു ഗ്രൂപ്പ് MD MA യൂസഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. മലബാർ ഗ്രൂപ്പ് കോ ചെയർമാൻ ഡോക്ടർ PA ഇബ്രാഹിം ഹാജി, ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് MD MP ഷംലാൽ അഹമ്മദ്, ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ KP അബ്ദുൾ സലാം, റീജിയണൽ ഹെഡ് ഗഫൂർ എടക്കുനി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇനി ഉത്സവ വാർത്തകൾ. ബേപ്പൂർ വിളക്കനാട്ടുപറമ്പ് പയ്യാനക്കൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ഭക്ത്യാദരപൂർവ്വം ആഘോഷിച്ചു. ആദ്യ ദിനം കോഴിക്കോട് ശ്രേഷ്ഠാചാര സഭയിലെ വാസന്തി വിശ്വനാഥന്റെ പ്രഭാഷണം നടന്നു. ദീപാരാധന, പുള്ളുവൻപാട്ട്, നാഗപൂജ എന്നിവയുമുണ്ടായിരുന്നു. ഉത്സവ ദിവസം ഗണപതി ഹോമത്തോടെ പരിപാടികൾ ആരംഭിച്ചു. ഉത്സവമേളം, ഗോതിശ്രീ ക്ഷേത്രത്തിൽ നിന്ന് കലശം എഴുന്നള്ളത്ത്, പ്രസാദഊട്ട്, വെള്ളാട്ട്, ദീപാരാധന, തായമ്പക, വെള്ളരിവെപ്പ്, താലപ്പൊലിക്ക് ശേഷം തിറയാട്ടം എന്നിവ നടന്നു. 5 അടി ചൊല്ലലോടെയാണ് ഉത്സവാഘോഷ പരിപാടികൾക്ക് സമാപനമായത്. കുനിയിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ഭക്ത്യാദരപൂർവ്വം ആഘോഷിച്ചു. ആദ്യ ദിനം പുലർച്ചെ ഗണപതി ഹോമത്തോടെ പരിപാടികൾ ആരംഭിച്ചു. ദീപാരാധന, സന്ധ്യവേല, തിറയ്ക്ക് ശേഷം ധാരികാവധം എന്നിവ അരങ്ങേറി. ഉത്സവ ദിനം രാവിലെ ഉഷപൂജ, കലശം വരവ്, പ്രസാദഊട്ട്, വൈകിട്ട് ഗുരുദേവൻ, മലങ്കാളി, നാഗകാളി, രക്തേശ്വരി, കരിങ്കുട്ടി, വെള്ളാട്ട്, രാത്രി തായമ്പക, വെള്ളരിവെപ്പ്, താലപ്പൊലി, ഭഗവതി തിറയാട്ടം, മലങ്കാരിത്തിറ, പറക്കുട്ടിത്തിറ, കരിങ്കുട്ടിത്തിറ എന്നിവ അരങ്ങേറി. പന്തിരങ്കാവ് പാറക്കുളം അപ്പുട്ടിയേശൻ സ്മാരക തിറയാട്ട കലാസമിതിയുടെ നേതൃത്വത്തിലായിരുന്നു ധാരികാവധം അരങ്ങേറിയത്. കലങ്കരിയോടുകൂടിയാണ് ഉത്സവാഘോഷ പരിപാടികൾക്ക് സമാപനമായത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാലാനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊള്ളാത്തത് ചെറുപ്പക്കാരുടെ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നുവെന്ന് പിണറായി വിജയൻ. നവകേരള യാത്രയ്ക്ക് ഉജ്ജ്വല സ്വീകരണം. വിശ്വസാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന് കോഴിക്കോട്ട് സ്മാരകമായില്ല. ജന്മദിനത്തിൽ പ്രിയ കഥാകാരനോട് അനാദരവ്. കത്തുന്ന വെയിലിനെ നേരിടാൻ തൊഴിലാളികൾ രംഗത്ത്. അട്ടിമറി സെക്ഷൻ വലിയങ്ങാടിയിൽ ഗ്രീൻ ഷീറ്റ് പന്തലിട്ടു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.